നമസ്കാരം. നമ്മളെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഒരു കമൻറ്റും നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് സാറ് പറഞ്ഞത്. അത് പോരാ, കമൻറ്റ് പാസ്സാക്കണം, അല്ലെങ്കിൽ സാറിനെ വിളിക്കണം. അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മാർക്കാണ് നമ്മളെ ലക്ഷ്യം. അതുകൊണ്ട് ക്ലാസ് കേട്ടിട്ട് നോട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ അത് മനസ്സിലായില്ലേ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ? വീട്ടിലെല്ലാവരെയും നൽകിയതായി പറയാം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. കേട്ടോളൂ. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നു. ശ്രദ്ധിക്കാം. നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ടിൻ്റെ പേര് നമുക്ക് അന്ന് പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് തന്നെയാണ്. മലയാളക്കാർക്ക് വേണ്ടി ഭാഗം 2, സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര ആവിഷ്കാരം. അറിയാലോ, മലയാളക്കാരും ഇംഗ്ലീഷുകാരും അപ്പോഴെന്നെ നോട്ട് കുറിക്കുക. കുറിച്ച നോട്ട് അയച്ചു തരികയാണെങ്കിൽ അത് തെറ്റ് തിരുത്തി മടക്കി തരാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് നമ്മുടെ വിജയം. ശ്രദ്ധിക്കുക. അപ്പോൾ പാർട്ട് 2 ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. നമ്മൾ അന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നു. Economics is a social science which deals with human wants and their satisfaction. The term economics is derived from the Greek word oikonomia, which means household. The father of economics is Adam Smith. On inquiry into the nature and causes of wealth of nations in this famous work written in 1776. The subject matter of economics can be divided into 4. Number 1, production. Number 2, consumption. Number 3, exchange. And number 4, distribution. മലയാളത്തിലെ മക്കൾക്ക് വേണ്ടി മനുഷ്യന് ആവശ്യമായിട്ടുള്ളതും അവന് സംതൃപ്തി നേടിക്കൊടുക്കുന്നതും ധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതുമായ ശാസ്ത്രത്തെ നാം ധനത്വശാസ്ത്രം എന്ന് പറയുന്നു. ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഒയിക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഉണ്ടായത്. ധനത്വശാസ്ത്രത്തിൻ്റെ പിതാവായി നമ്മൾ അറിയപ്പെടുന്നത് ആഡം സ്മിത്തിനെയാണ്. അദ്ദേഹം 1776 രാഷ്ട്ര സമ്പത്തിൻ്റെ സ്വഭാവവും നിദാനവും സംബന്ധിച്ച ഒരു അന്വേഷണം എന്ന പുസ്തകം എഴുതിയുണ്ടായി എന്ന് പറഞ്ഞു. ആ പുസ്തകത്തിൽ ഒരു രാജ്യത്തിന് സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ ആ രാജ്യത്ത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണമെന്നും അതിനെ ഉൽപാദനം, ഉപഭോഗം, കൈമാറ്റം, വിതരണം എന്നിങ്ങനെ 4 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചു എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം നമ്മൾ അന്ന് പറഞ്ഞത് പ്രൊഡക്ഷൻ എന്താണെന്ന് പറയുകയുണ്ടായി, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് പറയുകയുണ്ടായി, അതിൻ്റെ ഘടകങ്ങൾ പറയുകയുണ്ടായി, അതിന് കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം 1 മാർക്കിനും മറ്റുമൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. അത് നമുക്ക് ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അതിൽ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് മറ്റേ സാറ് ഞാനും പറഞ്ഞു 4 ഡെഫിനിഷൻ ഉണ്ടെന്നും, വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞു. അത് മറ്റേ സാറ് പഠിപ്പിക്കുന്ന ഭാഗത്ത് വരുന്നതാണ്. അദ്ദേഹം അതിൻ്റെ നോട്ടൊക്കെ തരും. എന്നിട്ട് ഞാൻ പഠിപ്പിച്ച ഭാഗത്തുള്ള ഒന്നുകൂടെ പറയുന്നു. ആദ്യം നമ്മൾ പറഞ്ഞത് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ മീൻസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻറ്റു ഔട്ട്പുട്ട്. പ്രൊഡക്ഷൻ മീൻസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻറ്റു ഔട്ട്പുട്ട്. മലയാളത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉൽപാദന ഘടകങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ഉൽപാദന ഘടകങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന രീതിയാണ് ഉൽപാദനം. അതാണ് പ്രൊഡക്ഷൻ മീൻസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻറ്റു ഔട്ട്പുട്ട് എന്ന് നമ്മൾ പറഞ്ഞത്. അത് ടേം എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കും. അത് എഴുതി തന്നിട്ട് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻറ്റു ഔട്ട്പുട്ട് എന്ന്, അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളെ ഉൽപ്പന്നങ്ങളാക്കുന്ന രീതി എന്നിട്ട് ഡാഷിട്ടേ അവിടെ നമ്മൾ പ്രൊഡക്ഷൻ എന്നും അല്ലെങ്കിൽ ഉൽപാദനം എന്ന് എഴുതാം. നമുക്ക് നിർവചനമാണ് ചോദിക്കുന്നതെങ്കിൽ പ്രൊഡക്ഷൻ മേ ബി defined as
the creation or addition of utility to things which have already existed. Once more, production may be defined as the creation or addition of utility to things which have already existed. മലയാളത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് നിലവിലുള്ള ഒരു സാധനത്തിന് ഉപയുക്തത വർദ്ധിപ്പിക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനത്തെ ഉൽപാദനം എന്ന് പറയുന്നു പറഞ്ഞു. അപ്പം നിലവിലുള്ള ഒരു സാധനത്തിന് ഉപയുക്തത വർദ്ധിപ്പിക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് ഉൽപാദനം. മക്കളൊക്കെ ഇത് 1-2 പ്രാവശ്യം കേട്ടിട്ട് നോട്ട് അപ്പോഴേ അങ്ങ് എഴുതിയെടുക്കണം. അതായത് നിലവിലുള്ള ഒരു സാധനത്തിന് ഉപയുക്തത വർദ്ധിപ്പിക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് ഉൽപാദനം എന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ ക്രിയേഷൻ അഡീഷൻ ഓഫ് യൂട്ടിലിറ്റി ടു തിങ്സ് വിച്ച് ഹാവ് ആൾറെഡി എക്സിസ്റ്റഡ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മലയാളത്തില് ഉൽപാദന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് എനിത്തിങ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ആൻ ഔട്ട്പുട്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് എനിത്തിങ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ആൻ ഔട്ട്പുട്ട് എന്നാണ്. മലയാളത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സാധനം നിർമ്മിക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ ഉപയോഗിക്കുന്നുവോ ആ ഘടകങ്ങളെ പറയുന്ന പേരാണ് ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് നമ്മൾ ഇൻപുട്സ് എന്ന് പറയും, റോ മെറ്റീരിയൽസ് എന്ന് പറയും. എക്കണോമിക്സ് പഠിക്കുന്ന നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, കോമേഴ്സ് പഠിക്കുന്നവർ റോ മെറ്റീരിയൽസ്, സയൻസ് പഠിക്കുന്നവർ ഇൻപുട്ട്. ഇതെല്ലാം പല രീതിയിൽ പറയുന്നില്ല, ഒന്ന് തന്നെയാണ്. ഒരു സാധനം നിർമ്മിക്കാൻ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ ആ വസ്തുക്കളാണ് ഉൽപാദന ഘടകങ്ങൾ. അതുകൊണ്ട് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു L + L + C + O എന്ന് നമ്മൾ സാധാരണ നിങ്ങൾക്ക് വേണ്ടി പറയാണ്. ഒരു സാധനം നിർമ്മിക്കാൻ 4 ഘടകങ്ങൾ വേണം. L എന്ന് പറഞ്ഞാൽ ലാൻഡ്, അടുത്ത L എന്ന് പറഞ്ഞാൽ ലേബർ, അടുത്ത C എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, അടുത്ത O എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ അഥവാ എന്റർപ്രണർഷിപ്പ്. ഇപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻസ് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി, ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിൽ ശക്തി, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സംവിധാനം. ഇപ്പോൾ ഭൂമിയും തൊഴിൽ ശക്തിയും മൂലധനവും സംവിധാനവും ചേർന്നാണ് ഉൽപാദന ഘടകങ്ങൾ. അതാണ് പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് എനിത്തിങ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ആൻ ഔട്ട്പുട്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻസ് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു സാധനം നിർമ്മിക്കാൻ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ അതിനെ ഉൽപാദന ഘടകങ്ങളെന്ന് പറയുന്നു. അങ്ങനെയുള്ള വസ്തുക്കളെ ഭൂമിയെന്നും തൊഴിൽ ശക്തിയെന്നും മൂലധനമെന്നും സംഘാടനം അഥവാ സംവിധാനം അഥവാ സംരംഭം എന്നൊക്കെ പറയും. അതിൽ ആദ്യത്തെ നമ്മൾ പറയുകയുണ്ടായി ലാൻഡ്. നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്, ഒരു ഷോർട്ട് എസ്സേ ആണ്. അത് ആദ്യം പഠിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി ലാൻഡ് എന്താണ്? ലാൻഡ് എന്താണ്? ഭൂമി. ഓൾ നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ടു മെൻ for producing wealth are called land. All natural resources available to men for producing wealth are called land. ഇംഗ്ലീഷുകാർ അത് കേട്ട് എഴുതിയിരിക്കുക. മലയാളക്കാർ
സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായ എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ഭൂമി. സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായ എല്ലാ പ്രകൃതി വിഭവങ്ങളും ചേർന്നതാണ് ഭൂമി. മനസ്സിലാവും നിങ്ങൾക്ക്? ഇനി ഉള്ള ചോദ്യം, ലാൻഡ് വിൽ ഗെറ്റ് ഡാഷ്. ലാൻഡിന് കിട്ടുന്ന പ്രതിഫലം ഏത്? ലാൻഡ് വിൽ ഗെറ്റ് റെന്റ്. RENT, റെന്റ് എന്ന് പറഞ്ഞാൽ വാടക അഥവാ പാട്ടം എന്ന് പറയും. വാടക അഥവാ പാട്ടം. ഇനി അടുത്തെന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് ലേബറാണ്. ലേബർ, തൊഴിലാളി അഥവാ തൊഴിൽ ശക്തി. നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുക എന്തിനെന്ന് ചോദിച്ചാൽ പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ധനത്തിന് വേണ്ടിയാണ്. എന്താണ് ലേബർ? എനി വർക്ക് വെദർ മെന്റൽ ഓർ മാനുവൽ undertaking for monetary rewards are called labor. Any work, whether mental or manual, undertaking for monetary rewards are called labor. ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ശാരീരികമോ മാനസികമോ ആയി അധ്വാനിക്കുന്നവരാണ് തൊഴിലാളി അഥവാ തൊഴിൽ ശക്തി. അപ്പോൾ ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ശാരീരികവും മാനസികവുമായി അധ്വാനിക്കുന്നവരാണ് തൊഴിലാളി അഥവാ തൊഴിൽ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മാർക്കിന് ചോദിക്കും, ലേബർ വിൽ ഗെറ്റ് ഡാഷ്. ലേബർ വിൽ ഗെറ്റ് വേജ്. വേജ് അഥവാ കൂലി. ഇപ്പം ലേബറിന് കിട്ടുന്ന പ്രതിഫലമാണ് കൂലി അഥവാ വേജ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടുന്നത് ക്യാപിറ്റൽ എന്നാണ്. എന്താണ് ക്യാപിറ്റൽ? എന്താണ് മൂലധനം? ക്യാപിറ്റൽ ഈസ് ദ പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ക്യാപിറ്റൽ ഈസ് ദ പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപാദന ഉപാധിയാണ് മൂലധനം. ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപാദന ഉപാധിയാണ് മൂലധനം. മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വസ്തുവാണ് മൂലധനം. അങ്ങനെ ക്യാപിറ്റൽ വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്. മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് പലിശ. സ്വന്തമായിട്ട് പൈസ നമ്മുടെ കയ്യിലെങ്കിൽ അത്യാവശ്യം ആരെങ്കിലും പൈസ കടം മേടിച്ചാൽ അവന് നമ്മൾ കൊടുക്കുന്നതാണ് പലിശ. അപ്പോൾ ക്യാപിറ്റൽ വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്. എന്നിട്ട് അവസാനത്തെ ഓർഗനൈസേഷൻ അഥവാ എന്റർപ്രണർഷിപ്പ്. ഓർഗനൈസർ വന്നാൽ എന്റർപ്രണർ, ഓർഗനൈസേഷൻ വന്നാൽ എന്റർപ്രണർഷിപ്പ്. നമ്മൾ അന്ന് പറയുകയുണ്ടായി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുണ്ടായി. അന്നൊരു എളുപ്പ വഴി നമ്മൾ പറഞ്ഞത് ഓർഗനൈസേഷൻ മീൻസ് 3D എന്ന് നമ്മൾ പറഞ്ഞു. 3 ഡികൾ ചേരുമ്പോൾ ഓർഗനൈസേഷനായി മാറി. ആ ഡി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഡി എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. രണ്ടാമത്തെ ഡി എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ആണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് ആണ്. മനസ്സിലായല്ലോ? അപ്പം ഓർഗനൈസേഷൻ മീൻസ് ഡിസൈനിങ്, ഡിസൈഡിങ് ആൻഡ് ഡിറക്റ്റിംഗ് ദ ഫോം ഓഫ് എ ബിസിനസ്. ഒരു വ്യാവസായിക സംരംഭം രൂപകൽപ്പന ചെയ്യുകയും അതിനെ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർഗനൈസേഷൻ അഥവാ എന്റർപ്രണർഷിപ്പ്. അവിടെ ഒരു വാക്ക് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, entrepreneur is a French word which means one who willing to undertake an activity. It is also called sole proprietorship എന്ന് പറയുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കച്ചവടം തുടങ്ങുന്നു. സാധനം മേടിച്ച് വയ്ക്കുന്നത്,
കട തുറക്കുന്നതും കട അടയ്ക്കുന്നതും കടയിലെ എല്ലാ കാര്യങ്ങളും വില തീരുമാനിക്കുന്നതും എല്ലാം അയാൾ തന്നെ ആയിരിക്കും. അങ്ങനെ അങ്ങ് ഫ്രാൻസിൽ ഉപയോഗിച്ച ഒരു വാക്കാണ് എൻ്റർപ്രനർഷിപ്പ്. അതിനാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ഓർഗനൈസേഷൻ എന്ന് എടുത്തത്. അതാണ് ഡിസൈഡിങ് ഡയറക്റ്റിംഗ് ദ ഫോം ഓഫ് എ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓർഗനൈസർ വിൽ ഗെറ്റ് പ്രോഫിറ്റ്. ഓർഗനൈസറിന് കിട്ടുന്ന പ്രതിഫലം, ഒരു സംഘാടകന് കിട്ടുന്നത്, ഒരു വ്യാപാരിക്ക് കിട്ടുന്നത് ലാഭം. ഇപ്പൊ 3-4 ഹെഡിങ് ഉണ്ട്, അതിന്റെ കോമ്പൻസേഷൻ ഉണ്ട്. കൃത്യമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മനസ്സിലാവും നിങ്ങളെ. ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് എനിത്തിങ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ആൻ ഔട്ട്പുട്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻസ് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ്, all natural resources available to men for producing wealth are called land. Land will get rent. Next, labor. Any work, whether mental or manual, undertaking for monetary rewards are called labor. Labor will get wage. Capital. Capital is the produced means of production. Capital will get interest. Last, organization or entrepreneurship. Okay, organization means deciding and directing the form of a business. Organizer will get profit. അപ്പോൾ ഒരു ഷോർട്ട് എസ്സേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് ചോദിക്കും. പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിന് കിട്ടുന്ന കോമ്പൻസേഷനുകൾ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. അന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഈ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന ഭാഗത്തുണ്ട്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സും പറഞ്ഞുകൊണ്ട് അവസാനം ഒരു ചോദ്യം കിടപ്പുണ്ട്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം. അപ്പോൾ അത് ചോദിക്കുമ്പോൾ എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്നും എന്താണ് മാക്രോ എക്കണോമിക്സ് എന്നും നമ്മൾ എഴുതിയേ തീരും. അത് പ്രത്യേക ഡെഫിനിഷനും ചോദിക്കും. അതായത് മൈക്രോ എക്കണോമിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക് അനലൈസിസ് which studies the economic behavior of individual unit. Microeconomics is that branch of economic analysis which studies the economic behavior of individual unit. അതിന്റെ മലയാളം എന്ന് പറയുന്നത് വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് പഠിക്കുന്ന ധനതത്വശാസ്ത്രത്തിൻ്റെ ശാഖയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. നമ്മൾ മൊത്തത്തിൽ പഠിക്കാതെ മൊത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തെക്കുറിച്ച് മാത്രം പഠിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് മൈക്രോ അഥവാ മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഡാഷ് എന്ന് ചോദ്യം പരീക്ഷയ്ക്ക്. മൈക്രോ എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നത് ഡാഷിനെയാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇൻഡിവിജ്വൽ യൂണിറ്റ്, മലയാളക്കാരി വ്യക്തിഗത യൂണിറ്റ് എന്ന് എഴുതിയിരിക്കണം അവിടെ. അതാണ് നമ്മൾ പറഞ്ഞത്. വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് മാത്രം പഠിക്കുന്ന ധനത്വശാസ്ത്രത്തിൻ്റെ ശാഖയാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. മനസ്സിലായല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ വരുന്ന അതാണ് നമ്മുടെ ഭാഗം. അത് എന്താണ് മാക്രോ? നമ്മൾ പറഞ്ഞ ഡെഫിനിഷനിൽ ഒരു ചെറിയ മാറ്റം വരുത്തപ്പോൾ രണ്ടാമത്തെ ഉത്തരവായി. നിങ്ങൾ എഴുതി നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. മാക്രോ എക്കണോമിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക് അനലൈസിസ് വിച്ച് സ്റ്റഡീസ് ദ എക്കണോമിക് ബിഹേവിയർ ഓഫ് not one particular unit but all units combined together, which means the general. ഇപ്പോൾ വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും പ്രാധാന്യം കൊടുക്കാതെ ഒരു വസ്തുവിൻ്റെ മൊത്തത്തിലുള്ള പഠനത്തെ പ്രതിപാദിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് മാത്രമല്ല, മൊത്തത്തിൽ. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നമ്മൾ മൊത്തം പഠിച്ചാൽ അത് മാക്രോ. ഇന്ത്യയിലെ കാര്യം പറഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ
അത് മൈക്രോയായി മാറി. ഇപ്പം ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു ഭാഗം പഠിച്ചാൽ മൈക്രോയും ആ വസ്തുവിൻ്റെ മൊത്തത്തിൽ പഠിച്ചാൽ മാക്രോയുമാണ്. ആ പാഠഭാഗമാണ് നമുക്ക് നമ്മുടെ പാഠത്തിൽ പഠിക്കുന്നത്. ഒന്നിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ മൊത്തത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് മാക്രോ. എന്നിട്ട് ദ ടേം മൈക്രോ ആൻഡ് മാക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടു ഗ്രീക്ക് വേർഡ്സ് മിക്രോസ് ആൻഡ് മാക്രോസ്. MIKROSും MACROSുമാണ്. മനസ്സിലായ മക്കളെ? അതായത് വിച്ച് മീൻസ് സ്മോൾ ആൻഡ് ലാർജ്. മിക്രോ എന്ന് പറഞ്ഞാൽ സ്മാളും മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജും എന്നാണ്. അപ്പൊ ചെറുത് എന്ന് അർത്ഥം വരുന്ന മിക്രോസ്, വലുത് എന്ന് അർത്ഥം വരുന്ന മാക്രോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മൈക്രോ എന്നും മാക്രോ എന്നും രണ്ട് പദങ്ങൾ ഉണ്ടായത്. നിങ്ങൾക്ക് മനസ്സിലായ പറഞ്ഞത്? അപ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും പറഞ്ഞു. സൂക്ഷ്മം മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത്. ഇനി മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജ്, അതിനെ മാക്രോസ് എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു. മൈക്രോ എക്കണോമിക്സുമായി മാക്രോ എക്കണോമിക്സുമായി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമായി സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമായി ഈ രണ്ട് വാക്കുകളുടെ അർത്ഥങ്ങളും നമ്മൾ പറയുകയുണ്ടായി. മനസ്സിലായ മക്കളെ? അത് ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ബോർഡിൽ എഴുതിയിടുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ പെൻസിലിൽ എഴുതിയെടുത്തിട്ട് അത് വ്യക്തമായതിന് ശേഷം മാത്രം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടുന്നത് സ്കോപ്പ് ഓഫ്, നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. നല്ലൊരു ചോദ്യമാണ്. അപ്പൊ മാക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പ്, വ്യാപ്തി എന്താണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്? അതിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാലും നമ്മൾ ഇത് എഴുതി വെച്ചാൽ പ്രാധാന്യം. മലയാളക്കാർ എഴുതുമ്പോൾ താഴെ പറയുന്ന നിരവധി പ്രാധാന്യങ്ങൾ അഥവാ വ്യാപ്തികൾ മാക്രോ എക്കണോമിക്സിനുണ്ട്. അവ താഴെ പറയുന്നു. എനിക്കറിയാലോ. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻ്റ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. താഴെ പറയുന്ന നിരവധി സ്കോപ്പുകൾ മാക്രോ എക്കണോമിക്സിലുണ്ടാവും. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻ്റ് സ്കോപ്പ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. നോക്കാം, ഓരോന്നും നമുക്ക് നോക്കാം. ഒന്ന്, തിയറി ഓഫ് നാഷണൽ ഇൻകം. ഒന്നാമത്തെ മക്കളെ പഠിക്കണം. തിയറി ഓഫ് നാഷണൽ ഇൻകം. നമുക്കറിയാം മാക്രോ എന്ന് പറയാൻ കാരണം ദേശീയ വരുമാനമാണ്, മൊത്തത്തിലുള്ള പഠനമാണ്. അപ്പൊ ദേശീയ വരുമാന സിദ്ധാന്തം മലയാളത്തിൽ എഴുതുന്ന കൊച്ചുങ്ങൾ. ഒന്ന്, ദേശീയ വരുമാന സിദ്ധാന്തം, ഒന്നാമത്തെ സ്കോപ്പ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ തിയറി ഓഫ് നാഷണൽ ഇൻകം. നമുക്ക് നാഷണൽ ഇൻകം എന്താണെന്നറിയാം, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചാണ്. National income is the sum total of the value of all goods and services produced in a country during a given period of time and usually 1 year. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും ആകെ തുക, എല്ലാ ഓൾ, നോട്ട് ഓൺ പർട്ടിക്കുലർ യൂണിറ്റ് ബട്ട് ഓൾ യൂണിറ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. എല്ലാ ഓൾ, ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം പഠിക്കുന്നു. അതാണ് തിയറി ഓഫ് നാഷണൽ ഇൻകം. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് ഓഫ് നാഷണൽ ഇൻകം, സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് തിയറി ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാന സിദ്ധാന്തം. നമ്പർ 2, തിയറി ഓഫ് എംപ്ലോയ്മെന്റ്. രണ്ടാമത്തത് തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിൽ സിദ്ധാന്തം.
അപ്പം ഇത് ഓരോന്നും ചോദിക്കും. നമുക്ക് ട്രൂ ഓർ ഫാൾസിനൊക്കെ ചോദിക്കും. അതായത് സ്ഥൂലത്തിനിടയ്ക്ക് സൂക്ഷ്മം ചോദിച്ചിട്ട് ഇത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ എഴുതാൻ പറയും. അപ്പോൾ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിൽ സിദ്ധാന്തം. നമുക്ക് തൊഴിൽ, നമ്മൾ കഴിഞ്ഞതിന് അൺഎംപ്ലോയ്മെന്റ് നമ്മൾ പഠിച്ചു, തൊഴിലില്ലായ്മ പഠിച്ചു അല്ലേ? ജോലി ഉണ്ടായിട്ടും ജോലി ചെയ്യാത്ത അവസ്ഥ, തൊഴിൽ ചെയ്യാൻ കഴിവും സന്നദ്ധതയും ഉള്ള വ്യക്തിക്ക് തൊഴിൽ കിട്ടാത്ത അവസ്ഥ തൊഴിലില്ലായ്മയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം സീസണൽ അൺഎംപ്ലോയ്മെൻറ്റും ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റും ഒക്കെ പല നമ്മൾ പഠിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ പഠിച്ചു തിയറി ഓഫ് നാഷണൽ ഇൻകം, നെക്സ്റ്റ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, അടുത്ത തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ, മൂന്നാമത്തെ തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ. ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വ്യാപാര ചക്രം, വ്യാപാര ചക്ര സിദ്ധാന്തം. വ്യാപാര ചക്രമുണ്ട്, നമുക്കത് വിശദീകരിച്ചിട്ട് നമുക്ക് ഇനി 2 അധ്യായം പഠിച്ചു കഴിയുമ്പോൾ വേറെ വരും. ട്രേഡ് സൈക്കിൾ, ആ ട്രേഡ് സൈക്കിൾ നമുക്ക്, സൈക്കിളിനെ കുറിച്ച് നമുക്കറിയാം. സൈക്കിള് നമ്മൾ കാണുന്നതാണെങ്കിൽ ചവിട്ടിട്ടുണ്ട്. അതിന് 2 പെറ്റിൽ കട്ടകളുണ്ട്. ആ കട്ടകൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉയർന്നിരിക്കുമ്പോൾ ഒരെണ്ണം താരും. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. എന്തെന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് സൈക്കിൾ ഞാൻ വരയ്ക്കുകയാണ്, ഒരു റൗണ്ട്. നമ്മൾ ഭൂമിയുടെ മാതൃക പറയുമ്പോൾ അതിന് വ്യാപാര ചക്രം എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളുണ്ട്, 4 ഫേസസ് ഉണ്ട്. 4 ഘട്ടം, ഒരു വ്യാപാരത്തിന് 4 ഘട്ടം. ഏറ്റവും ഉയർന്ന ഘട്ടം എന്ന് പറയുന്നത് ബൂമാണ്. ബൂം എന്ന് പറഞ്ഞാൽ പീക്ക് പോയിന്റ്, ഉച്ചസ്ഥായിയാണ്. അടുത്തെന്ന് പറയുന്നത് റെസിഷനാണ്, റെസിഷൻ. അടുത്തെന്ന് പറയുന്നത് ഡിപ്രഷനാണ്, മാന്ദ്യം. 4ാം ഘട്ടം റിക്കവറി. ഇതാണ് ട്രേഡ് സൈക്കിൾ. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന ബൂം, റെസിഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. അപ്പോൾ ഒരു വ്യാപാര സംരംഭം ഏറ്റവും ഉയർന്ന തട്ടിലെത്തിയാൽ, ഉയർന്ന തട്ടം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വെച്ച് അതിനപ്പുറത്തൊന്നും ഉയരാനില്ല. നമുക്ക് പനി വരുന്ന പോലെ ഭയങ്കരമായിട്ട് വരുന്നതിൽ കൂടി, അത് ബൂം. 2ാം ഘട്ടം താഴ്ച വരുന്നു, അതൊക്കെയാണ്. അതായത് മാന്ദ്യത്തിനും ഭൂമിനും ഇടയ്ക്ക് വരുന്ന 2ാമത്തെ ഘട്ടമാണ് റെസിഷൻ. ഏറ്റവും അധപ്പതനം, ഡിപ്രഷൻ. ഇനി താഴെ എല്ലാം നശിച്ചു, ഒന്നുമില്ല. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഉയർന്നു വരുമ്പോൾ റിക്കവറി, പിന്നെ ബൂം. ഇതാണ് വ്യാപാര ചക്രം എന്ന് ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ട്രേഡ് സൈക്കിളിന് 4 ഘട്ടങ്ങളുണ്ട് എന്ന് പഠിച്ചു വെക്കണം. 1ാം ഘട്ടം ബൂം, മലയാളക്കാർ പറഞ്ഞ ബൂം, റെസിഷൻ, ഡിപ്രഷൻ, റിക്കവറി. വീണ്ടും ഉയർത്തി. നമ്മൾ സൈക്കിളിനെ പെല്ലിക്കട്ട പോലെ തന്നെയാണ്. ഒരു പെല്ലിക്കട്ട ഉയർന്നു നിൽക്കുമ്പോൾ ബൂം, പിന്നെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഇത് റെസിഷൻ, ഏറ്റവും താഴത്തെ പെല്ലിക്കട്ട വരുമ്പോഴത്തേക്ക് ഡിപ്രഷൻ, വീണ്ടും അത് ഉയർന്നു റിക്കവറി. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ തിയറി ഓഫ് നാഷണൽ ഇൻകം, തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ. അടുത്തെന്ന് പറയുന്നത് തിയറി ഓഫ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. ദ തിയറി ഓഫ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. നാണ്യ നയവും ധനകാര്യ നയവും. നാണ്യ നയ, ധനകാര്യ നയ സിദ്ധാന്തങ്ങൾ എന്നാണ് സർക്കാർ കൊണ്ടുവരുന്ന സാമ്പത്തികമായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ സർക്കാർ കൊണ്ടുവരുന്ന 2 നയങ്ങളുടെ പേരാണ് മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി. The following are the important scope of macroeconomics. Number 1, theory of national income. Next, theory of employment. Next, theory of trade cycle. Next, theory of monetary and fiscal policy. ഇനിയുണ്ട് തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത്. നോക്കളെ, തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത്
സാമ്പത്തിക വളർച്ചാ സിദ്ധാന്തം. ലാസ്റ്റായിട്ട് വരുന്നത് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അന്തർദേശീയ വ്യാപാരം. അപ്പൊ 3 മാർക്കിന് കൃത്യം ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ചോദിക്കുമ്പോഴത്തേക്ക് ഇംഗ്ലീഷുകാർ എഴുതണം, മാക്രോ എക്കണോമിക്സ് ഇസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക് അനാലിസിസ് വിച്ച് സ്റ്റഡീസ് ദ എക്കണോമിക് ബിഹേവിയർ ഓഫ് നോട്ട് വൺ പർട്ടിക്കുലർ യൂണിറ്റ് ബട്ട് ഓൾ യൂണിറ്റ്സ് കമ്പൈൻഡ് ടുഗദർ. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. നമ്പർ 1, തിയറി ഓഫ് നാഷണൽ ഇൻകം. Number 2, theory of employment. Number 3, theory of trade cycle. Number 4, theory of monetary policy and fiscal policy. Next, theory of economic growth. And last, theory of international trade. മലയാളത്തിലെ കുഞ്ഞുങ്ങൾ എഴുതുമ്പോഴത്തേക്ക് വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും പ്രാധാന്യം കൊടുക്കാതെ ഒരു വസ്തുവിൻ്റെ മൊത്തത്തിലുള്ള പഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കുന്ന അർത്ഥശാസ്ത്രത്തിന്റെ ശാഖയെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നു. താഴെ പറയുന്ന നിരവധി വ്യാപ്തികൾ അല്ലെങ്കിൽ പ്രാധാന്യങ്ങൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനുണ്ട്. 1, ദേശീയ വരുമാന സിദ്ധാന്തം. 2, തൊഴിൽ സിദ്ധാന്തം. 3, വ്യാപാര ചക്ര സിദ്ധാന്തം. 4, മോണിറ്ററി ധനകാര്യ നയം, സാമ്പത്തിക നയം എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തം. നെക്സ്റ്റ്, സാമ്പത്തിക വളർച്ചാ സിദ്ധാന്തം. ലാസ്റ്റ്, അന്തർദേശീയ വ്യാപാരം. ഇത്തരം എഴുതി വയ്ക്കുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ മക്കളെ, താങ്ക് യു.